ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കത്രിക്ക ബജ്ജി ഉണ്ടാക്കിയാലോ. അപ്പോൾ കത്രിക്ക ബജ്ജിക്കായി നമുക്ക് ഒരു 3 വലിയ കത്രിക്ക എടുക്കാം. നമുക്ക് ഈ കത്രിക്കയുടെ തണ്ടൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് കഴുകിയെടുക്കാം. ഒരു വീതിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കത്രിക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂണ് നിറയെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് 2 സ്പൂണ് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് കത്രിക്ക വെള്ളത്തിൽ മുങ്ങുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം. ഒരു 5 മിനിറ്റ് ആ വെള്ളത്തിൽ കത്രിക്ക ഇട്ടിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ഈ കത്രിക്ക എന്തിനാ ഇങ്ങനെ കഴുകുന്നതെന്ന് അറിയാമോ? ഇപ്പോൾ മിക്ക പച്ചക്കറികളും നമ്മുടെ കേരളത്തിൽ നിന്നല്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവർ ഈ പച്ചക്കറികൾ കേടുവരാതിരിക്കാനും കൊതുകും കീടങ്ങളും ഒക്കെ കുത്താതിരിക്കാനും കീടനാശിനികൾ തളിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലൊന്ന് കഴുകിയെടുത്താൽ ഏറെക്കുറെ നമുക്ക് പച്ചക്കറികൾക്ക് പുറത്തുള്ള വിഷാംശം കുറയ്ക്കുവാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ കഴുകിയെടുക്കുന്നത്. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കീറിയെടുക്കണം. ചെറിയ പാളികളായിട്ടാണ് കേട്ടോ കീറിയെടുക്കാൻ. ചെറുതായിട്ട് കീറിയെടുക്കണം. കണ്ടോ, ഇതുപോലെയാണ് കീറി എടുക്കേണ്ടത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി ബജ്ജിക്ക് മാവ് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്കൊരു സ്റ്റീൽ പാത്രത്തിൽ 2 കപ്പ് മൈദമാവും 1 കപ്പ് അരിമാവും എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. ഇപ്പോൾ ബജ്ജിക്ക് എരി കൂടുതൽ വേണമെന്ന് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടാം കേട്ടോ. മാവിലേക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് തീരെ ലൂസുമല്ല കട്ടിയുമല്ലാത്ത പരുവത്തിലാണ് നമുക്ക് മാവ് കുഴച്ചെടുക്കേണ്ടത്. ഈ ലൂസിലാണ് മാവ് കുഴച്ചെടുക്കേണ്ടത്. കണ്ടോ, ഇങ്ങനെ ഇത്രയും ലൂസും മതിയാവും. അപ്പോൾ മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബജ്ജി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഇരുമ്പ് ചട്ടി ഗ്യാസിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ കീറി വെച്ചിരിക്കുന്ന കത്തിരിക്ക മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എണ്ണ തിളയ്ക്കട്ടെ. അപ്പോൾ എണ്ണ തിളച്ചു തുടങ്ങി. ഇനി നമുക്ക് കീറി വെച്ചിരിക്കുന്ന കത്തിരിക്ക ഈ മാവിലേക്ക് മുക്കിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പെട്ടെന്ന് പൊള്ളി വന്നിട്ടുണ്ട്. ബജ്ജി പെട്ടെന്ന് പൊള്ളി വന്നിട്ടുണ്ട്. നമുക്കിനി ബജ്ജി എണ്ണയിൽ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ വറുത്തെടുക്കണം. ബജ്ജി മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല കളറായിരിക്കും കേട്ടോ. നല്ല കളറായിട്ട് വരും. അപ്പോൾ നല്ലപോലെ മുരിച്ച് എടുക്കാം. അങ്ങനെ ബജ്ജി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അത് കഴിഞ്ഞ് ആ എണ്ണയിലേക്ക് നമുക്ക് വീണ്ടും കീറി വെച്ചിരിക്കുന്ന കത്തിരിക്ക മാവിൽ മുക്കി ഇട്ട് കൊടുക്കാം. നമ്മൾ കീറി വെച്ചിരിക്കുന്ന കത്തിരിക്കയെല്ലാം ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. നല്ല കളറാവും. നല്ല കളറായിട്ട് വരുമ്പോഴത്തേക്കും മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല കളറായിരിക്കും. അതുപോലെ തന്നെയാണ് ടേസ്റ്റും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ കത്തിരിക്ക ബജ്ജി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് ചെയ്തെടുക്കുവാനും വളരെ എളുപ്പവുമാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഈ കത്തിരിക്ക ബജ്ജി എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുമല്ലോ അല്ലേ? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറന്നേക്കരുതേ. പുതിയതായി ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ.